നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അഭിഷേക് ശർമ്മയുടെ ഫോമാണിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കൊരു ആശങ്കയായിട്ടുള്ളത്. അദ്ദേഹം ഈ T20 വേൾഡ് കപ്പിൽ കളിച്ച 3 മത്സരങ്ങളിലും ഡെക്കായിരുന്നു. ഒറ്റ റൺസും അടിച്ചിട്ടില്ല ഈ ടൂർണമെൻറ്റിൽ. അപ്പോൾ സൂപ്പർ 8ലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ മാറ്റി സഞ്ജു സാംസണിനെ ഇറക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. സഞ്ജു ആകെ ഒരു കളിയാണ് കളിച്ചത്. അതിൽ അധികം നേരം നിന്നില്ല. ഒരു 8 പന്തുകളുടെ ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ സിക്സറുകൾ നിർലോഭം വന്നു. ആ 8 പന്തുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള നിർലോഭമാണ്, അല്ലാതെ മറ്റർത്ഥത്തിൽ എടുക്കണ്ട. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അഭിഷേക് 3 കളി ഒറ്റ റണ്ണും അടിച്ചിട്ടില്ല. അപ്പോൾ അഭിഷേകിനെ റീപ്ലേസ് ചെയ്യേണ്ട സമയമായില്ലേ എന്നൊക്കെയുള്ള ചോദ്യം പല ഹാൻഡിലുകളിൽ നിന്നൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചുമാരിൽ ഒരാൾ റയാൻ ടെൻഡോഷയോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോമിൽ ആശങ്കയുണ്ടോ? അപ്പോൾ പറഞ്ഞ മറുപടി നോക്കുക. ക്രിക്ക് ബസ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നല്ല രൂപത്തിലാണ് കളിക്ക് മുമ്പത്തെ ദിവസം നെറ്റ്സിൽ അഭിഷേക് ബാറ്റ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം 90 മിനിറ്റോളം അദ്ദേഹം ബാറ്റിംഗ് നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കാമെന്നേ, കുറച്ച് സമയം കൊടുക്കണം. നമുക്ക് ഗ്രൂപ്പ് ഫേസിൽ അദ്ദേഹം കളിക്കാൻ വന്നത് അത്ര സുഖകരമായ രൂപത്തിലല്ല. ഹി വാസ് നോട്ട് ഫീലിംഗ് ഗുഡ്, നോട്ട് ഫീലിംഗ് വെൽ. കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ ചിലവഴിച്ചു. നമീബിയക്കെതിരെയുള്ള കളി മിസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു ടൂർണമെൻറ്റാണ് സോഫാർ. അദ്ദേഹം അത് സമ്മതിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം നെറ്റ്സിൽ അടിക്കുന്ന അടിയൊക്കെ കണ്ടാൽ ദാറ്റ് വാസ് സം റിയലി ഗുഡ് സൈൻസ്. അതിൽ നല്ല ചില സൂചനകളുണ്ട്. അതുകൊണ്ട് നോ വറീസ്, ആശങ്കയ്ക്ക് കാര്യമില്ല. സെക്കൻഡ് ഫേസ് തുടങ്ങുമ്പോൾ, സൂപ്പർ 8 തുടങ്ങുമ്പോൾ അഭിഷേക് വിൽ ബി ഫൈൻ എന്നാണ് അസിസ്റ്റൻറ്റ് കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ അഭിഷേകിനെ മാറ്റാനുള്ള ചിന്തയൊന്നും ഇപ്പോൾ ടീം മാനേജ്മെൻറ്റിനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ സൂപ്പർ 8 അടുത്ത മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ കളിക്കാൻ ഇറങ്ങുമ്പോൾ പ്ലേയിങ് 11 അഭിഷേക് ശർമ്മയെ തന്നെ പ്രതീക്ഷിക്കണം. സഞ്ജു വീണ്ടും പുറത്തിരിക്കുമെന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.